ഗൈസ്, നമുക്കൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ? സത്യം പറഞ്ഞാൽ ഇത് സ്പെഷ്യലൊന്നുമല്ല, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് സ്പെഷ്യലാണ്. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് ചിക്കൻ പീസുകളെ കുളിപ്പിച്ച് കുട്ടപ്പന്മാരാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം മഞ്ഞപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഇട്ട് കുറച്ച് തൈരും കൂടി ഒഴിച്ചാൽ നമ്മുടെ മസാലയ്ക്ക് റെഡിയായി. ഇനി ഇത് എൻ്റെ കൈ വെച്ചിട്ട് തന്നെ ഞാനിങ്ങനെ ചെയ്യാണ്. മസാലയ്ക്ക് എല്ലായിടത്തും പുരട്ടി കൊടുക്കുകയാണ്. ആദ്യം എനിക്ക് കുറച്ചൊരു വിയേർഡ് ഫീലിംഗ് ഒക്കെ ഉണ്ടായി, പിന്നെ ഞാനത് എൻജോയ് ചെയ്തിട്ട് ചെയ്യായിരുന്നു. ചിക്കൻ പീസിൻ്റെ എല്ലാ ഭാഗത്തും മസാലയൊക്കെ പിടിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു അരമണിക്കൂറൊന്നും വെക്കണ്ടെങ്കിലും ഒരു 1/4 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ വെക്കണം. അതിനുശേഷമായിരിക്കണം എണ്ണയിലിട്ട് വറുക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കുറേ നേരം മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ക്ഷമയൊന്നും എനിക്കില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യുന്നത്. ഇവിടെ പപ്പടമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ റെഡിയായിക്കൊണ്ടേയിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് അമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ്. അതാണ് ഫേവറേറ്റ് ഉണ്ട് അമ്മയുടെ ചിക്കൻ കറി. ഞാനത് രുചിച്ചു നോക്കി. എൻ്റെ ഗൈസ്, ഒരു രക്ഷയില്ല. സ്വയംഭ സാധനം. എന്തായാലും കറി ഇവിടെ കുക്കായിട്ടുണ്ട്. ഒപ്പം എൻ്റെ ഫ്രൈ കുറച്ച് കരിഞ്ഞു പോയോ? ഇല്ല, അത്ര കരിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. അതിനും നമുക്ക് 100-ൽ 100 കൊടുക്കാം. ഉച്ചയായി, പിന്നെ ഒന്നും നോക്കിയില്ല. വാഴയില വെട്ടി അതിലേക്ക് നല്ല ചൂട് ചോറിങ്ങനെ വിളമ്പുമ്പോൾ ഉണ്ടല്ലോ, ആ പുക അങ്ങ് പോകുന്നത് നിങ്ങൾക്ക് കാണാം. അതിലേക്കൊരു പപ്പടവും സാലഡും ഒക്കെ വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. പുറത്താണെങ്കിലോ ഭയങ്കര മഴ. ആ ഒരു തണുപ്പത്ത് ഈ ചൂട് സാധനങ്ങളൊക്കെ കഴിക്കാൻ എന്ത് രസമാണ്. അതിൻ്റെ കൂടെ എൻ്റെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയും ഉണ്ട്, അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയും ഉണ്ട്. പിന്നെന്താ വേണ്ടത്? ജോലി തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഒരു ഞായറാഴ്ച ദിവസം നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഫുഡ്, അത് നമ്മുടെ കൈനെ കൊണ്ട് ഉണ്ടാക്കിയ ഫുഡ് കഴിക്കുക ഒരു പ്രത്യേക രസമാണ്. വാഴയിലയിൽ വിളമ്പിയ ചോറ് കഴിക്കാൻ എനിക്ക് ചെറുപ്പം തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ്. എന്താണ്, ഒരു ഫാൻസി പോലെയാണ് എനിക്ക് ചെറുപ്പത്തിൽ. എന്തെങ്കിലും ഒരു പ്രത്യേക ദിവസമൊക്കെ വരുമ്പോൾ എനിക്ക് വാഴയിലയിൽ വേണം എന്ന് ഞാൻ അമ്മയോട് എപ്പോഴും പറയുമായിരുന്നു. ഇതിൻ്റെയൊക്കെ കൂടെ ഞാൻ ഉപ്പിലിട്ട മാങ്ങയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ടേസ്റ്റ് അപ്പോൾ കുറച്ചുകൂടി ഒന്ന് കൂടി. എൻ്റെ ഈ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.